അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നത്തെ ദിവസം എത്ര വലിയ തിരക്കിലാണ് നിങ്ങളുള്ളതെങ്കിലും ഇന്ന് ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട ഈ ഇസ്മു ചൊല്ലാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 5 മിനിറ്റ് മാറ്റിവെക്കുക. വെറും 5 മിനിറ്റ് മാറ്റിവെച്ചാൽ മതി. എന്നിട്ട് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ നിങ്ങളുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു 100 കോടി കടം ഉണ്ടായിരിക്കട്ടെ. ആ കടം വീട്ടാൻ യാതൊരു മാർഗവുമില്ല, ഒരു വരുമാന മാർഗവുമില്ല. എങ്ങനെയാണ് കടം വീട്ടുക എന്നോർത്ത് നിങ്ങൾ പ്രയാസപ്പെടുകയാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അതിനോടൊപ്പം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തും കൂടി പറഞ്ഞു തരുന്നുണ്ട്. അത് നിങ്ങൾ 7 വട്ടവും ചൊല്ലുക. എന്നാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ കാര്യം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ ഉറപ്പാണ് നിങ്ങൾക്ക് എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അതൊരിക്കലും നിങ്ങൾക്ക് വീട്ടാൻ കഴിയില്ല. ഇനി അത് വീട്ടാനുള്ള ഒരു മാർഗവുമില്ല എന്നോർത്ത് നിങ്ങൾ ജീവിക്കുന്നവരാണെങ്കിലും പ്രിയപ്പെട്ടവരെ, ഈ കാര്യം നിങ്ങൾ ചെയ്യുന്നതിലൂടെ അത് വീട്ടാനുള്ളൊരു മാർഗം അള്ളാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് തുറന്നു തരും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ് ജീവിതത്തിൽ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സാമ്പത്തിക ഐശ്വര്യം നൽകും. അതിനി എത്ര കഴിവ് കുറഞ്ഞവനാണെങ്കിലും ഈ ദിക്ർ ചൊല്ലുന്നവനാണോ, ഉറപ്പാണ് അവൻ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും. മരണം വരെ അവനക്ക് പണത്തിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ട, തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരില്ല. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ നിങ്ങൾ ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് നൽകുന്നുണ്ട്. സമ്പത്ത് മാത്രമല്ല, പണം മാത്രമല്ല, നമുക്ക് ദുനിയാവിൽ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഇതുകൊണ്ട് നമുക്ക് ലഭിക്കും. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു 12 ഗുണങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഈ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലാൻ കൊതിയാകും, വളരെ ഇഷ്ടം തോന്നും, ചൊല്ലാൻ തന്നെ ഒരു താല്പര്യം തോന്നും. കാരണം നമ്മുടെ ജീവിത വിജയത്തിനാവശ്യമായ ഒരു ഇസ്മാണിത്, ഒരു ദിക്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരിക്കലും ഈ ദിക്ർ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലാതെ പോകല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. പ്രധാനമായിട്ടും ഈ ദിക്ർ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് സാമ്പത്തിക ഐശ്വര്യം തന്നെ, സമ്പത്തിൽ വർധനവുണ്ടാകും. അതുപോലെ നമ്മുടെ കടങ്ങൾ വീടി കിട്ടും, ദാരിദ്ര്യമുണ്ടാകില്ല. പിന്നീട് നമുക്ക് ലഭിക്കുന്ന 12 നേട്ടങ്ങൾ അത് ഏതൊക്കെയാണ് എന്ന് ഞാൻ ചുരുക്കി പറഞ്ഞു തരാം, വേഗം പറഞ്ഞു തരാം. എന്നതിന് ശേഷം ഞാൻ ഈ ദിക്ർ ഏത് രീതിയിലാണ്, എത്ര പ്രാവശ്യമാണ് നമ്മൾ ചൊല്ലേണ്ടത് എന്നും പറഞ്ഞു തരാം. വെറും 5 മിനിറ്റ് മതി മക്കളെ. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ രക്ഷപ്പെടും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കടങ്ങളും വീട്ടിത്തരട്ടെ. സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യം നൽകട്ടെ, നമ്മുടെ സമ്പത്തിൽ ബറക്കത്ത് നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ മക്കൾ സന്താനങ്ങൾ എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു തആല വിജയിപ്പിക്കട്ടെ, രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന 12 നേട്ടങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ റിസ്കിൽ വിശാലത ചെയ്യും. അതായത് റിസ്കിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച മാത്രമല്ല, പണം മാത്രമല്ല, ഭൂമി മാത്രമല്ല, അതിൽ എല്ലാം പെടും. അതായത് നമുക്ക് ഈ ദുനിയാവിൽ മരണം വരെ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതൊക്കെയും നമുക്ക് ലഭിക്കും. അതാണ് ഈ റിസ്കിൽ വിശാലത ചെയ്യുമെന്ന് പറയുന്നത്. അതായത് മക്കളില്ലാതെ എത്ര ആളുകൾ ജീവിക്കുന്നുണ്ട്. ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് മക്കളെ നൽകും. വിവാഹം ശരിയാകാത്ത ആളുകൾക്ക് സ്വാലിഹത്തായ ഭാര്യയെ ലഭിക്കും, സ്വാലിഹത്തായ ഭർത്താവിനെ ലഭിക്കും. വീടില്ലാത്തവർക്ക് വീടുണ്ടാകും. കയ്യിൽ പണമില്ലാത്തവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം പണം നൽകും. വാഹനമില്ലാത്തവർക്ക് വാഹനം ലഭിക്കും. ഏറ്റവും അത്യാവശ്യമായ ഭക്ഷണം
നമ്മുടെ ജീവിതം നിലനിർത്താൻ നമുക്ക് ഭക്ഷണം നിർബന്ധമാണല്ലോ. എന്നാൽ മരണം വരെ നമുക്ക് ഭക്ഷണത്തിനൊരു ബുദ്ധിമുട്ടും അല്ലാഹു സുബ്ഹാനഹു തആല നൽകില്ല. ഇങ്ങനെ തുടങ്ങിയ നമുക്ക് നമ്മുടെ ഈ ദുനിയാവിൽ ജീവിക്കാൻ എന്തെല്ലാം ആവശ്യമുണ്ടോ, എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ നമുക്ക്, അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതാണ് റിസ്കിൽ വിശാലത ചെയ്യും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്കിൽ വിശാലത ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം ഉൾക്കൊള്ളും. ഇനി രണ്ടാമത്തെ ഗുണമാണ് കടങ്ങൾ വീടും. ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരിക്കലും കടങ്ങൾ കൊണ്ട് പരീക്ഷിക്കില്ല. ഇനി കടങ്ങൾ ഉള്ള ആളുകളാണ് ഈ ഇസ്മ ചൊല്ലുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവരുടെ കടങ്ങൾ വീട്ടാനുള്ള സാമ്പത്തികമായിട്ടുള്ള നല്ല ഹലാലായ മാർഗങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കും. അതിലൂടെ എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും അത് അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് വീട്ടിക്കൊടുക്കും. അതുകൊണ്ട് കടം ഉള്ള ആളുകളൊന്നും ഇനി ബേജാറാകേണ്ട, വിഷമിക്കേണ്ട, പേടിക്കേണ്ട. എല്ലാത്തിനും ഒരു പരിഹാര മാർഗമാണ് ഈ ഒരു ഇസ്മ ഞാൻ പറഞ്ഞു തരുന്ന. ഇനി മൂന്നാമത്തെ ഗുണമാണ് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകളെ കണ്ടാൽ ശത്രുക്കൾ ഭയക്കും. അതായത് നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, സമൂഹത്തിൽ ഇവിടെയൊക്കെയും നമുക്കെതിരെ ശത്രുക്കൾ ഉണ്ടാകും. അത് പല കാരണങ്ങൾ കൊണ്ടും ഉണ്ടാകും. അതായത് നമ്മുടെ ഉയർച്ച കണ്ട് അസൂയപ്പെട്ട് ശത്രുക്കൾ ഉണ്ടാകും. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങൾ കൊണ്ടൊക്കെ, പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ശത്രുക്കൾ ഉണ്ടാകും. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകും. അങ്ങനെ വരുന്ന നമ്മുടെ ശത്രുക്കൾ, പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നതിലൂടെ അവർക്ക് നമ്മെ കാണുമ്പോൾ തന്നെ ഒരു ഭയമാകും. അതുകൊണ്ട് തന്നെ അവരുടെ ആക്രമണങ്ങളിൽ നിന്ന്, അവരുടെ ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, എല്ലാത്തിൽ നിന്നും റബ്ബ് സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. ഒരിക്കലും അവർ നമുക്ക് വേണ്ടിയിട്ട് സിഹ്ർ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പല മാർഗങ്ങൾ ചെയ്യുകയോ നമ്മെ ആക്രമിക്കുകയോ ഒന്നും തന്നെ ചെയ്യില്ല. കാരണം അവർക്ക് നമ്മെ കാണുമ്പോൾ തന്നെ വലിയ ഭയമായിരിക്കും. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെയും പരാജയപ്പെടാതെ നമുക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എവിടെയും നമ്മൾ തളരില്ല. എല്ലാ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വിജയം മാത്രമേ നൽകുകയുള്ളൂ. ആര് തന്നെ നമ്മെ തളർത്താൻ നോക്കിയാലും തളരില്ല. അത്രക്കും വലിയ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു ശക്തി, ഒരു പവർ ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകും. ഇനി നാലാമത്തെ ഗുണമാണ് ഈ ഇസ്മ നമ്മൾ ചൊല്ലുന്നതിലൂടെ സമൂഹത്തിൽ നമുക്കൊരു വിലയുണ്ടാകും. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലുമൊക്കെ നമുക്കൊരു വിലയുണ്ടാകും. നമ്മുടെ വാക്കിനും നമ്മുടെ പ്രവൃത്തിക്കും എല്ലാം ആളുകളൊരു വില കൽപ്പിക്കും. മാത്രമല്ല ആളുകൾക്ക് നമ്മോട് വലിയ സ്നേഹമായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ നമ്മെ സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിക്കാൻ തന്നെ വലിയ സന്തോഷമായിരിക്കും, വലിയ ഹാപ്പി ആയിരിക്കും. എപ്പോഴും ഒരു സമാധാനമായിരിക്കും നമുക്കുണ്ടാകുക. ഇനി അഞ്ചാമത്തെ ഗുണമാണ് എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. അതായത് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ആരാരുമില്ലാത്ത ഒരു മൈതാനത്തിലൂടെയോ റോഡിലൂടെയോ നമ്മൾ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ ദിവസങ്ങളോളം ഭക്ഷണം കിട്ടാത്ത നായകൾ ഇര തേടി നടക്കുകയാണ്. എന്നാൽ ഉറപ്പല്ലേ പ്രിയപ്പെട്ടവരെ, ആ നായകൾ നമ്മെ ഇരയാക്കുമെന്നുള്ളത്? കാരണം ഒരു കൂട്ടം നായകളുണ്ട്, ആരാരുമില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സമയത്തും നമ്മൾ ഈ ദിക്ർ ചൊല്ലുന്നവരാണെങ്കിൽ ആ നായക്കൂട്ടത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷപ്പെടുത്തും. ആ നായകൾക്ക് നമ്മെ കടിക്കാനുള്ള ഒരു ധൈര്യം കൊടുക്കില്ല. അതുപോലെ വിഷപ്പാമ്പുകളിൽ നിന്നും അങ്ങനെ തുടങ്ങിയ നമ്മെ ആക്രമിക്കാൻ സാധ്യതയുള്ള, ആക്രമിക്കുന്ന എല്ലാ ജീവജാലങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. അത് മനുഷ്യരടക്കം എല്ലാത്തിൽ നിന്നും നമ്മെ കാത്തുരക്ഷിക്കും. ഇനി ആറാമത്തെ ഗുണമാണ് നമുക്കുണ്ടാകുന്ന ഡിപ്രഷൻ, ടെൻഷൻ എല്ലാം അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിക്കളയും. അതായത് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല എപ്പോഴും സമാധാനമായിരിക്കും നൽകുക, ഒരു പ്രയാസവും നൽകില്ല. അതല്ലേ നമുക്ക് വേണ്ടത്? സമാധാനത്തോടു കൂടി ജീവിക്കാനാണല്ലോ നാം എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഇസ്മ ചൊല്ലിക്കോളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളുടെ എല്ലാ ടെൻഷനും മാറ്റിത്തരും.
ഇനി എട്ടാമത്തെ ഗുണമാണ്, ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് അവർ ചെയ്യുന്ന യാത്ര സുരക്ഷിതമാകും. അതായത് നാം എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണ്. ഇപ്പോഴത്തെ കാലത്ത് സ്ത്രീകളും വാഹനം ഓടിക്കുന്നവരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ഇസ്മ ചൊല്ലുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ആക്സിഡൻ്റ് ആകില്ല. ഒരു അപകടങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകില്ല. ആക്സിഡൻ്റ് എന്നല്ല, ഒരു ആപത്തും ഒരു മുസീബത്തും ഒരു അപകടവും ഒന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകില്ല. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് എല്ലായിടത്തേക്കും യാത്ര ചെയ്യാം. ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. യാത്രയിൽ കള്ളന്മാരിൽ നിന്നും കൊള്ളക്കാരിൽ നിന്നും പിടിച്ചു പറയന്മാരിൽ നിന്നും എല്ലാത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കാത്തുരക്ഷിക്കും. നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ഒരു പ്രയാസവുമില്ലാതെ സുരക്ഷിതമായി അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ എത്തിക്കും, ഈ ഇസ്മ ചൊല്ലുന്നവരാണെങ്കിൽ. ഇനി ഒൻപതാമത്തേത്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ എല്ലാ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു തആല വലിയ ഉയർച്ച നൽകും. അതിലൊക്കെയും അല്ലാഹു സുബ്ഹാനഹു തആല ബർക്കത്ത് നൽകും. നമ്മൾ തുടങ്ങുന്നതിലെല്ലാം വെച്ചടി കയറ്റമായിരിക്കും. നമ്മളൊരു ബിസിനസ് തുടങ്ങിയാൽ ആ ബിസിനസ് നല്ല ഉയർച്ചയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എത്തിക്കും. അപ്പോൾ നമ്മൾ എന്ത് തന്നെ തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പരാജയമുണ്ടാകില്ല ഈ ഇസ്മ ചൊല്ലിയാൽ. മാത്രമല്ല 11ാമത്തെ നേട്ടമാണ്, അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ല ആരോഗ്യം നൽകും. ഈ ഇസ്മ ചൊല്ലുന്നതിലൂടെ നമുക്ക് നല്ല ആരോഗ്യമുള്ള ഒരു ശരീരമായിരിക്കും നൽകുക. മാറാ രോഗങ്ങളിൽ നിന്നും ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ കാത്തുരക്ഷിക്കും. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ ശിഫയാക്കി കൊടുക്കും. ഇനി 12ാമത്തെ ഗുണമാണ്, നമ്മുടെ എല്ലാ ഞെരുക്കങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരും. ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ ഞെരുക്കങ്ങളും കുറവുകളും എല്ലാ കുടുക്കുകളും അല്ലാഹു സുബ്ഹാനഹു തആല മാറ്റിത്തരും. മാത്രമല്ല നമുക്ക് യുവത്വം നിലനിൽക്കും. എന്നും ചെറുപ്പക്കാരെ പോലെയായിരിക്കും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ പ്രവൃത്തിയും എല്ലാം ഉണ്ടാകുക. നമുക്കെന്നും ചെറുപ്പം നിലനിൽക്കും. 50 വയസ്സായാലും 60 വയസ്സായാലും നമുക്ക് പ്രായം കുറവായിട്ടേ മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുകയുള്ളൂ. മാത്രമല്ല അത്രക്കും ശാരീരികമായിട്ട് നല്ല ആരോഗ്യവാന്മാരായിരിക്കും നമ്മൾ. ഒരു രോഗവുമില്ലാതെ നല്ല ആഫിയത്തുള്ള നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം, നല്ല സന്തോഷമുള്ള ഒരു ജീവിതവും അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ എത്ര നേട്ടമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദുനിയാവിൽ നിന്ന് ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നത്. ഇനിയും എത്രയോ പറയാനുണ്ട്. ഞാൻ വെറും പ്രധാനപ്പെട്ട 12 എണ്ണം മാത്രമേ എണ്ണി പറഞ്ഞിട്ടുള്ളൂ. ഈ 12 നേട്ടങ്ങൾ നമുക്ക് ലഭിച്ചാൽ തന്നെ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടും. ഇനി ഏതാണ് ഇത്രയും മഹത്വം ലഭിക്കുന്ന ഇസ്മ ഏതാണെന്ന് പറഞ്ഞു തരാം. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിലെ പരിശുദ്ധമായ 99 നാമങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വമേറിയ യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, ഈ ഇസ്മാണ് ചൊല്ലേണ്ടത്. വെറും 129 പ്രാവശ്യം പ്രിയപ്പെട്ടവരെ എല്ലാ ദിവസവും പതിവായി ചൊല്ലിയാൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ മഹത്വങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് നൽകും. ഇത് ചൊല്ലാൻ ഏറ്റവും നല്ലത് സുബ്ഹിക്ക് ശേഷമാണ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലും ചൊല്ലാം. എന്നാൽ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ്, വെള്ളിയാഴ്ച ദിവസത്തിൽ സുബ്ഹിക്ക് ശേഷമോ അല്ലെങ്കിൽ അസറിന് ശേഷമോ അല്ലെങ്കിൽ ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലോ ഈ ഇസ്മ വെറും 129 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആലയോട് ദുആ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് എല്ലാ നല്ല ഹലാലായ മുറാദുകളും നിറവേറ്റിത്തരും. നിങ്ങളുടെ ദുആക്ക് ഇജാബത്തുണ്ടാകും.
എന്നാൽ ഏത് രീതിയിലാണ് ഈ ഇസ്മ ചൊല്ലേണ്ടത് എന്ന് ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ ഇസ്മ നിങ്ങൾ 129 പ്രാവശ്യം ചൊല്ലുക. എന്നതിന് ശേഷം നിങ്ങൾ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു ആയത്തുണ്ട്. ഈ ആയത്ത് നിങ്ങൾ 7 പ്രാവശ്യം ചൊല്ലണം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തു ശൂറായിലെ 19-ാമത്തെ ആയത്താണ് 7 പ്രാവശ്യം ഓതേണ്ടത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. അല്ലാഹു ലത്തീഫും ബിഇബാദിഹി യർസുഖു മൻ യശാഉ വഹുവൽ ഖവിയ്യുൽ അസീസ്. ഈ ഒരു ആയത്താണ് നിങ്ങൾ 7 പ്രാവശ്യം ഓതേണ്ടത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കടങ്ങൾ വീടിക്കിട്ടാൻ, സാമ്പത്തികമായിട്ട് നല്ല ഐശ്വര്യമുണ്ടാകാൻ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടാൻ അത് നിങ്ങൾ മനസ്സിൽ കരുതിക്കൊണ്ട് ഈ ഒരു ഇസ്മ യാ ലത്തീഫു യാ അല്ലാഹ് ഇത് നിങ്ങൾ 129 പ്രാവശ്യം ചൊല്ലിയതിന് ശേഷം 7 പ്രാവശ്യം ഞാൻ ഈ പറഞ്ഞ ആയത്തും ഓതിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എല്ലാ ദിവസവും നിങ്ങൾ 129 പ്രാവശ്യം യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ്, യാ ലത്തീഫു യാ അല്ലാഹ് ഈ ഇസ്മ നിങ്ങൾ പതിവായി ചൊല്ലിയാൽ ഞാൻ ഈ പറഞ്ഞു തന്ന 12 ഗുണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നൽകും. അതിലൂടെ നിങ്ങളുടെ ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടും. ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഐശ്വര്യമുണ്ടാകും. എല്ലാം ഞാൻ പറഞ്ഞതാണ്. ഇനി ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. മാത്രമല്ല ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും യാ ലത്തീഫു യാ അല്ലാഹ് എന്ന ഈ ഇസ്മ ചൊല്ലുന്നത് കൊണ്ട് വിജയം മാത്രമേ നമുക്ക് അല്ലാഹു നൽകുന്നുള്ളൂ. യാ ലത്തീഫു യാ അല്ലാഹ് മയം ചെയ്യുന്നവൻ എന്നാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ ഒരു കാര്യം നിങ്ങൾ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച സുബ്ഹിക്ക് ശേഷമാണ് ഈ കാര്യം ചെയ്യാൻ ഏറ്റവും ഉത്തമം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. എന്നാൽ വെള്ളിയാഴ്ചയൊക്കെ അസറിൻ്റെ ശേഷമൊക്കെ വലിയ മഹത്വമുള്ള പോരിശയാക്കപ്പെട്ട സമയമാണ്. ആ സമയത്തൊക്കെ ഈ പറഞ്ഞ ഈ ഇസ്മ ചൊല്ലിക്കൊണ്ട് ഈ ആയത്തും 7 പ്രാവശ്യം ഓതിക്കൊണ്ട് ദുആ ചെയ്താൽ നിങ്ങളുടെ നടക്കാത്ത ഒരു കാര്യവും ഉണ്ടാകില്ല ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മ നമുക്ക് ജീവിതത്തിൽ പതിവായി ചൊല്ലുവാൻ തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. സാമ്പത്തികമായിട്ട് ഐശ്വര്യം നൽകട്ടെ. കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടിത്തരട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകട്ടെ. നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല ഈ ഇസ്മിൻ്റെ ബറകത്ത് കൊണ്ട് നമുക്ക് നിറവേറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.